നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് ഏഷ്യൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. 22 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെ കറ്റാനത്ത് നിന്നുമാണ് ഇവ പിടികൂടിയത്. വാനിന്റെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഇരുചക്ര വാഹന വർക്ക്ഷോപ്പിലേക്ക് കാർ ഇടിച്ചു കയറി. അപകടത്തിൽ കാറും ഇരുചക്ര വാഹനങ്ങളും തകർന്നു. മൈനാഗപ്പള്ളിയിലായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ റേഷൻ കടയിലേക്ക് ഇടിച്ചു കയറി. പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചവറ കോയിവിള പുല്ലിക്കാട്ട് ജംഗ്ഷനിലായിരുന്നു അപകടം. വീടും വസ്തുവും ഈട് വെച്ചെടുത്ത വായ്പാ തുക തിരിച്ചടച്ചില്ല. വായ്പയെടുത്ത വിമുക്ത ഭടൻ കുടുംബത്തെ ഉപേക്ഷിച്ചു. പ്രതിസന്ധിയിലായി വീട്ടമ്മയും 2 മക്കളും. ജപ്തി നടപടിയുമായി ബാങ്ക്. വിശദമായ വാർത്തകളിലേക്ക്. 22 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടെ കറ്റാനം ജംഗ്ഷനിലായിരുന്നു സംഭവം. വാനിന്റെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. 26 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് വള്ളികുന്നം പോലീസ് പിടികൂടിയത്. ചൊവ്വാഴ്ച പുലർച്ചെ കറ്റാനം ജംഗ്ഷനിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. പിക്കപ്പ് വാനിൽ നീല ടാർപ്പാളിനിട്ട് മൂടിക്കെട്ടിയ നിലയിലായിരുന്നു വാഹനം. മലപ്പുറം സ്വദേശിയുടെ പേരിൽ മാവേലിക്കര RT ഓഫീസിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസ് വാഹനം പരിശോധിക്കുന്നതിനിടെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കറ്റാനം. നിയന്ത്രണം വിട്ട കാർ റേഷൻ കടയിലേക്ക് ഇടിച്ചു കയറി. സാധനം വാങ്ങാൻ വന്ന പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചവറ കോയിവിള പുല്ലിക്കാട്ട് ജംഗ്ഷനിലായിരുന്നു അപകടം. കോയിവിള പുല്ലിക്കാട്ട് ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. കോയിവിളയിൽ നിന്നും ഭരണിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് സമീപത്തെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചതിനു ശേഷം റേഷൻ കടയ്ക്ക് മുന്നിൽ വെച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ച് റേഷൻ കടയിലേക്ക് ഇടിച്ചു കയറിയത്. കടയിൽ സാധനം വാങ്ങാനായി എത്തിയ പെൺകുട്ടി വാഹനം പാർക്ക് ചെയ്ത് റേഷൻ കടയിലേക്ക് കയറുമ്പോഴായിരുന്നു അപകടം. ഇവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച കാർ പോസ്റ്റ് തകർത്തതിനു ശേഷമാണ് സ്കൂട്ടറിലിടിച്ച് കടയിലേക്ക് കയറിയത്. അപകടത്തിൽ വൈദ്യുതി പോസ്റ്റും സ്കൂട്ടറും തകർന്നു. അപകടത്തെ തുടർന്ന് വൈദ്യുതി ബന്ധവും പൂർണ്ണമായി നിലച്ചു. തെക്കുംഭാഗം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. കേരള കർഷക സംഘം കരുനാഗപ്പള്ളി ടൗൺ വില്ലേജ് സമ്മേളനം നടന്നു. മഹാത്മാ അക്കാദമിയിൽ സമ്മേളനം കർഷക സംഘം ജില്ലാ സെക്രട്ടറി സി ബാൽഡുവിൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘത്തിന്റെ കരുനാഗപ്പള്ളി ടൗൺ വില്ലേജ് സമ്മേളനമാണ് മഹാത്മാ അക്കാദമിയിൽ സംഘടിപ്പിച്ചത്. സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തൽ, രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന എന്നിവയും നടന്നു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി സി ബാൽഡുവിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം ഫലപ്രദമാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുന്നു. ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന കർഷക സംഘം ഒരു വലിയ പൈതൃകത്തിന്റെ ഉടമയാണ്. ഇപ്പൊ നമ്മൾ ചിരിച്ചു കളിച്ചൊക്കെ ഇവിടെ ഞാൻ കണ്ടു. പതാക ഉയർത്തുമ്പോൾ മുദ്രാവാക്യം വിളിച്ചവരുണ്ട്, വിളിക്കാത്തവരുണ്ട്. കാണിച്ച ആവേശം, ആ ആവേശത്തേക്കാൾ ആവേശം മറ്റു പല കാര്യങ്ങളിൽ. ഈ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളായി നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് വലിയ ഒരു പൈതൃകത്തിന്റെ ഉടമയാണ് കേരള കർഷക സംഘം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കേരളത്തെ ഈ രൂപത്തിലാക്കിയെടുക്കുന്നതിന് കർഷക പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട് എന്നതാണ്. അത് പല ഘട്ടങ്ങളിലുള്ള ഇടപെടലിലൂടെയാണ്. ഇപ്പൊ നമ്മുടെ കർഷക പ്രസ്ഥാനം ആരംഭിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ മാത്രമല്ല. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. പ്രവീൺ മനയ്ക്കൽ, ബി സജീവൻ, മുത്തുകൃഷ്ണൻ, PK ജയപ്രകാശ്, T രാജീവ, റജി ഫോട്ടോ പാർക്ക്, ബക്കർ, മുരളീധരൻ പിള്ള, M ശോഭന, മുരളി, N ശിവരാമൻ, അലക്സ് ജോർജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഇരുചക്ര വാഹന വർക്ക്ഷോപ്പിലേക്ക് കാർ ഇടിച്ചു കയറി. അപകടത്തിൽ കാറും ഇരുചക്ര വാഹനങ്ങളും തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. ഇരുചക്ര വാഹന വർക്ക്ഷോപ്പിലേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി കാർ ഇടിച്ചു കയറിയത്. ശാസ്താംകോട്ട മൈനാഗപ്പള്ളി ഉദയ ജംഗ്ഷന് സമീപം രാധാകൃഷ്ണപിള്ളയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്മി വർക്ക്ഷോപ്പിലേക്കാണ് കാർ ഇടിച്ചു കയറി അപകടമുണ്ടായത്. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. നിരവധി ഇരുചക്ര വാഹനങ്ങൾക്കും നാശം സംഭവിച്ചു. വർക്ക്ഷോപ്പിന്റെ ഷെഡ് പൂർണ്ണമായി തകർന്നു.
ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വീടും വസ്തുവും ഈടുവെച്ച് ഭർത്താവ് എടുത്ത 1/2 കോടിയോളം രൂപയിൽ 1 രൂപ പോലും തിരിച്ചടച്ചില്ല. ഭർത്താവ് മുങ്ങിയതോടെ പ്രതിസന്ധിയിലായി അമ്മയും 2 മക്കളും. ഏരൂർ പഞ്ചായത്തിലെ ഭാരതീപുരം തുമ്പോടാണ് സംഭവം. വീടിപ്പോൾ ജപ്തിയുടെ വക്കിലാണ്. എൻ്റെ ചികിത്സയ്ക്ക് ഒന്നിനും പോകാൻ പറ്റാതെ എനിക്കിനിപ്പോൾ ഒരു ഓപ്പറേഷൻ പറഞ്ഞു, MRI പറഞ്ഞു, അതിന് 5000 രൂപയാണ്. അതിപ്പം ഏതാണ്ട് 1 വർഷമായി. പക്ഷെ അതുപോലും പോകാനുള്ള എൻ്റെ കയ്യിൽ സാമ്പത്തികം ഇല്ല. രണ്ടാമത്തെ മോനെ ഡയാലിസിസ് വന്നപ്പോഴത്തേക്ക് ഒരുപാട് പൈസ നമുക്കായ നാട്ടുകാരുടെ സഹായമൊക്കെ കൊണ്ടാണ് നമ്മൾ ജീവിച്ച് പോയത്. ഏരൂർ ഭാരതീപുരം തുമ്പോട് മിനി വിലാസത്തിൽ മിനിയുടെ വീടാണ് ജപ്തി ഭീഷണിയിലായിട്ടുള്ളത്. ബിടെക് ബിരുദ വിദ്യാർത്ഥികളായ 2 മക്കളോടൊപ്പം ബാങ്കിന്റെ കുടിയിറക്ക ഭീഷണിയിലായ ഇവർ ആകെ പ്രതിസന്ധിയിലാണ്. സൈനികനായ മിനിയുടെ ഭർത്താവ് ജോലിയിലിരിക്കെ 48 ലക്ഷത്തോളം രൂപയ്ക്ക് വീടും 20 സെന്റ് വസ്തുവും പണയം വെച്ച് അഞ്ചൽ SBI ശാഖയിൽ നിന്നും വായ്പയെടുത്തു. സൈന്യത്തിൽ നിന്ന് വിരമിച്ചതിനു ശേഷവും ഇയാൾ വായ്പാ തുക തിരികെ അടച്ചില്ല. ഇതേ തുടർന്നാണ് കുടുംബം ജപ്തി ഭീഷണിയിലായത്. അയാളെ വിശ്വാസത്തിലാണ് നമ്മളിവിടെ വന്നതും. ഇതെൻ്റെ നാടാണ്. അപ്പോഴും നമ്മളെങ്ങനെ ചതിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഞാനും എൻ്റെ 3 മക്കളും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. നമ്മൾ പോലും അറിയാതാണ് പുള്ളി പെൻഷനായി വന്നതും. നമ്മളോട് പറഞ്ഞിട്ടൊന്നും അല്ല, പെൻഷനായി ആവുന്ന കാര്യം പോലും നമ്മളോട് പറഞ്ഞില്ല. ഇവിടെ വന്നു ഇവിടെ വസ്തു മേടിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പെൻഷനായി കിട്ടിയ പൈസകളൊന്നും ഞങ്ങളോട് പറഞ്ഞതുമില്ല. എത്ര രൂപ കിട്ടിയെന്നോ എന്ത് ചെയ്യുന്നെന്നോ ഒന്നും നമ്മളോട് പറഞ്ഞില്ല. ബാങ്കിൽ ചെന്നപ്പോഴും ഒരു കടം 2 പേഴ്സണൽ ലോണായിട്ടാണ് പുള്ളി എടുത്തേക്കുന്നത്. പക്ഷേ അത് ഒന്നുപോലും അടയ്ക്കാൻ പുള്ളി തയ്യാറായില്ല. ആ വന്ന പൈസ എന്ത് ചെയ്ത് എങ്ങനെ ചെയ്തു എന്നും നമുക്കറിയത്തില്ല. പെൻഷനിൽ നിന്നും വായ്പാ തുക ഈടാക്കാൻ ബാങ്ക് അധികൃതർ ശ്രമം നടത്തിയെങ്കിലും ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ അതും കഴിഞ്ഞില്ല. 1.5 വർഷം മുമ്പ് മിനിയെയും മക്കളെയും ഉപേക്ഷിച്ച ഭർത്താവ് നാടുവിടുകയും ചെയ്തു. മിനിയുടെ 3 മക്കളിൽ ഒരാൾ പ്രമേഹ ബാധിതനായിരുന്നു. 1 വർഷം മുമ്പ് മകൻ മരിച്ചു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പെട്ടെന്നുള്ളൊരു അസുഖമായിരുന്നു വന്നത്. അതിൻ്റെ പരമായിട്ട് എനിക്കിപ്പം 3 ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു നിത്യരോഗിയായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് കൊളോസ്റ്റമി ബാഗും കാര്യങ്ങളൊക്കെ വെച്ചാണ് എൻ്റെ കാര്യങ്ങളൊക്കെ 1ഉം 2ഉം കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ മോന് 5 വയസ്സ് മുതൽ ഷുഗർ ഉണ്ടായിരുന്നു. ആ ഇടയ്ക്ക് തന്നെയാണ് അയാൾക്കുള്ള കിഡ്നിയൊക്കെ ഫെയിലിയറായി ഡയാലിസിസ് തുടങ്ങി. ഒരു 9-10 മാസത്തോളം അയാളെ ഡയാലിസിസ് ചെയ്ത് ഡയാലിസിനെ തുടർന്ന് അയാൾ മരണപ്പെടുകയാണ് ചെയ്തത്. ഈ സമയം വന്നു മടങ്ങിയ ഭർത്താവിനെ കുറിച്ച് പിന്നീട് ഒരു വിവരവുമില്ലെന്നാണ് മിനി പറയുന്നത്. ഒരു മോൻ്റെ ഡയാലിസിസ് ഈ മിഷൻ ആശുപത്രി തുടങ്ങിയതിൻ്റെ അന്നാണ് പുള്ളി ഞങ്ങളെ കളഞ്ഞിട്ട് പോകുന്നത്. അതായത് ജൂലൈ 12-ാം തീയതി. ജൂലൈ 12-ാം തീയതി പോയാൽ പിന്നെ വരുന്നത് മോൻ്റെ മരണത്തിനാണ്. 1 വർഷം പുള്ളി പിന്നെ ആ കൊച്ചിൻ്റെ കാര്യം എന്താണെന്നോ എങ്ങനെ ഡയാലിസിസ് ചെയ്തെന്നൊന്നും പുള്ളി അറിഞ്ഞിട്ടുമില്ല, പുള്ളി ചെയ്തിട്ടുമില്ല, ഒന്നുമില്ല. പിന്നെ പുള്ളി വരുന്നത് മരണത്തിന് വന്നു. അന്ന് തന്നെ പുള്ളി പോവുകയും ചെയ്തു. ഇതിനിടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് മറ്റ് നടപടികളിലേക്ക് നീങ്ങി. പലതവണ നോട്ടീസുകൾ അയച്ചിട്ടും കൈപ്പറ്റാൻ ആളില്ലാതെ മടങ്ങി. ഒടുവിൽ ബാങ്ക് അധികൃതർ നേരിട്ട് വന്ന് കാര്യം പറയുമ്പോഴാണ് ഇത്രയധികം തുക വായ്പ എടുത്തിട്ടുള്ളതും മടക്കി അടച്ചിട്ടില്ല എന്നും മിനിയും മക്കളും അറിയുന്നത്. ഇനിയിപ്പം ബാങ്കുകാർ വിളിക്കുമ്പോഴും ബാങ്കിൽ നിന്ന് പേപ്പർ വരുന്നതും എല്ലാം പുള്ളിയുടെ പേർക്കായതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ നമ്മളേലൊന്നും തരാത്തതുകൊണ്ട് നമുക്കറിയാനും പറ്റില്ല ഇത്രയും മാത്രം കടങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ. അതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ചിലവും കാര്യങ്ങളും ഒക്കെ ഒരു കൊച്ചു പശുവുണ്ട്. പശുവിൻ്റെ ഇതിലാണ് ഞാൻ ഈ കൊച്ചുങ്ങൾ 2 കാര്യങ്ങളും എൻ്റെ നടന്നു പോകുന്നത്. അവർ 2 പേരും ആരും ജോലിക്കാരായില്ല. 1 രൂപ പോലും ലഭിക്കാതായതോടെ ബാങ്ക് അധികൃതർ കോടതിയുടെ സഹായത്തോടെ ജപ്തി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോടതി ചുമതലപ്പെടുത്തിയ അഭിഭാഷകയും SBI റിക്കവറി വിഭാഗവും സ്ഥലത്തെത്തി മിനിയോടും മക്കളോടും വീടൊഴിയണമെന്നാവശ്യപ്പെട്ടു. കോടതിയുടെ ഉത്തരവുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. സംഭവം അറിഞ്ഞെത്തിയ പൊതുപ്രവർത്തകർ ബാങ്ക് അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം 1 മാസം കൂടി സമയം അനുവദിച്ചിട്ടുണ്ട്. മിനി വിജയനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായി അറിയാവുന്നതാണ്. മിനി വിജയൻ 2 ബാഗുമായിട്ട്, അതായത് അവരുടെ മോഷനും യൂറിനും സെപ്പറേറ്റ് പോകുന്നതിന് വേണ്ടി 2 ബാഗുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. മിനി വിജയൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇവരോടൊപ്പം ഇല്ല. അദ്ദേഹം ഒരു മിലിറ്ററിക്കാരനായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ഡയാലിസിസിന് വിധേയനായി സീരിയസ് ആയ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ കുട്ടികളെയും ഈ തള്ളയും കളഞ്ഞിട്ട് പോകുന്നത്.
ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് പേഴ്സണൽ ലോണും ഹൗസിംഗ് ലോണുമായി അഞ്ചൽ SBIയിൽ നിന്ന് ഇദ്ദേഹം എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ റിക്കവറിയുടെ ഭാഗമായി സർഫാക്സി ആക്ട് അനുസരിച്ച് ആ വീട് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ബാങ്കിലെ ഉദ്യോഗസ്ഥരിവിടെ വന്നിട്ടുള്ളത്. ഇവരുടെ ഒരു ദയനീയമായ അവസ്ഥ അവരോട് പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ ഒരു 40 ദിവസത്തേക്കുള്ള ഒരു ഗ്യാപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. 40 ദിവസത്തിനകത്ത് നിങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൈസ ഇതിൻ്റെ ഡ്യൂസ് ആയിട്ടുള്ള പൈസയെങ്കിലും അടച്ചു തീർത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുത്തിട്ടാണ് അവരിന്ന് ഈ റിക്കവറി നടപടികൾ അവസാനിപ്പിച്ച് ഇന്ന് പോകുന്നത്. എന്നാൽ ഒരു മാസം കഴിഞ്ഞാൽ എന്ത് എന്ന ചോദ്യമാണ് മിനിയുടെയും മക്കളുടെയും മുന്നിലുള്ളത്. ആരെങ്കിലും സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് പൊതുപ്രവർത്തകരും നാട്ടുകാരും. ഇതിനിടെ ഭർത്താവിനെ കാണാനില്ലെന്നും ഇദ്ദേഹത്തെ കണ്ടെത്തണമെന്നും കാട്ടി ഇവർ റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജപ്തി നടപടികളിൽ നിന്ന് സാവകാശം വേണമെന്നും തന്നെയും മക്കളെയും പെരുവഴിയിലാക്കരുതെന്നും ആവശ്യപ്പെട്ട നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി, പട്ടികജാതി പിന്നോക്ക കമ്മീഷൻ, മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവർക്ക് പരാതിയും നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ 1.5 വയസ്സുകാരനെ അനുമോദിച്ചു. പുനലൂർ കേളൻകാവ് അഭിജിത്ത് ഭവനിൽ ആദർശ് മോഹൻ ദേവി ചന്ദന ദമ്പതികളുടെ മകൻ അയാൻഷ് ആദർശിനെയാണ് അനുമോദിച്ചത്. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയാണ് അനുമോദനം സംഘടിപ്പിച്ചത്. പുസ്തകത്തിൽ നോക്കി പറയുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചാൽ കൊള്ളാമെന്നൊരു ഐഡിയ തോന്നിയത്. അങ്ങനെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് പഠിപ്പിച്ചപ്പോൾ എല്ലാം പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനെ പറ്റി അറിഞ്ഞ് അതിനെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വസ്തുക്കളുടെ പേര് പറഞ്ഞ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ പുനലൂർ കേളൻകാവ് അഭിജിത്ത് ഭവനിൽ ആദർശ് മോഹൻ ദേവി ചന്ദന ദമ്പതികളുടെ മകൻ അയാൻഷ് ആദർശിനെയാണ് അനുമോദിച്ചത്. കുഞ്ഞുനാൾ മുതലേ അനിമൽസിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അവൻ്റെ ചേച്ചി അർത്തിഷയുടെ ടെക്സ്റ്റ് ആയിരുന്നു അവൻ നോക്കുന്നത്. അത് കണ്ട് ആദ്യം പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ പഠിക്കുമെന്ന്. അങ്ങനെ പിന്നെ ഓരോ ബുക്കൊക്കെ വാങ്ങിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ ഒരു വട്ടം തന്നെ പഠിക്കും കേട്ടാൽ. അനിമൽസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, വെഹിക്കിൾസ്, ബോഡി പാർട്സ്, പിന്നെ പാട്ടുകൾ ഇപ്പം എല്ലാം അറിയാം. അങ്ങനെ ഒരു കാര്യം കണ്ടാൽ അവൻ തന്നെ പറയും, അമ്മ പഠിപ്പിക്കാൻ പറയും. അങ്ങനെ പഠിപ്പിച്ചതാ. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ്. വായനാ ദിനത്തിന്റെ ഭാഗമായുള്ള ബുക്കുകളും വിതരണം ചെയ്തു. ഇന്ത്യൻ ബുക്ക് റെക്കോർഡിൽ ഇടം പറ്റിയിട്ടുള്ള അയാൻഷ് ആദർശ് എന്ന നമ്മുടെ കുഞ്ഞോമന 1.5 വയസ്സിൽ അവൻ ഇടം പറ്റിയതാണ്. അപ്പം മോൻ്റെ ആ ഒരു ബുദ്ധിയും ആ കഴിവും അറിവും ഒക്കെ കണ്ടുപിടിക്കാൻ മാതാപിതാക്കൾക്കാണ് കൂടുതൽ സാധിക്കുക. അതിന് പ്രത്യേകം അവൻ്റെ അമ്മയ്ക്കും അച്ഛനുമാണ് നമ്മൾ അംഗീകാരം ആയിട്ട് കൊടുക്കേണ്ടത്. മോൻ്റെ ബുദ്ധിയും കഴിവും ചെറുപ്പത്തിൽ തന്നെ 1 വയസ്സായപ്പോൾ തന്നെ അവൻ ഇന്ന കഴിവുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അമ്മയ്ക്ക് സാധിച്ചു, അച്ഛൻ സാധിച്ചു. അതിൻ്റെ പേരിൽ അവനിപ്പം ഇർക്കാട് ബുക്കിൽ ഇടം നേടാനും സാധിച്ചു. നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനം ഈ കുഞ്ഞോമന എൻ്റെ ഈ വാർഡിലെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മോന് ഉന്നതങ്ങളിലെത്താൻ സാധിക്കട്ടെ. ഈ കുടുംബത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. അവരുടെ സ്റ്റേജ് മൈൽ സ്റ്റോൺ, അതുപോലെ ഫ്രം ബർത്ത് ടു മൈൽ സ്റ്റോൺ അസസ്മെൻറ്റ് അസസ് ചെയ്യുന്നത് ബർത്ത്, പ്രീ സ്കൂള്, അതുപോലെ തന്നെ ഇൻഫൻറ്റ്, ടോഡ്ലർ, പ്രീ സ്കൂൾ, സ്കൂൾ ഏജ്. അപ്പോഴും ഓരോ ടൈമിലും അവരവരുടേതായിട്ടുള്ള കഴിവുകൾ, അതായത് ഈ ടോഡ്ലർ പീരീഡിലാണ് സാധാരണ ഒരു പ്രീ സ്കൂൾ അല്ലെങ്കിൽ ടോഡ്ലർ പീരീഡിലാണ് കുഞ്ഞുങ്ങൾ ഈ കളേഴ്സ് മേക്കൗട്ട് ചെയ്യുന്നതും 1 to 50 കൗണ്ട് ചെയ്യാൻ പഠിക്കുന്നതും അച്ഛനെയും അമ്മയും വിളിക്കുന്നത്, അങ്ങനെയുള്ള ഒരു സ്റ്റേജ് വരുന്നത്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ മൈൽ സ്റ്റോൺ ഒത്തിരി ഏർലി ഇതാണ്. കാരണം അത്രമാത്രം ബുദ്ധിയും അതിന് ഉള്ള ഒരു ഇത്, അത് നമ്മൾ അഭിമാനിക്കേണ്ടത് ആ കുഞ്ഞിനെ എൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് നമ്മൾ ശരിക്കും അഭിനന്ദനം രേഖപ്പെടുത്തേണ്ടത്. കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി വിജയകുമാർ, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ സരസ്വതി പ്രകാശ്, മഹിളാ കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റും കൗൺസിലറുമായ കെ കനകമ്മ, വാർഡ് പ്രസിഡന്റ് രാജേന്ദ്രൻ, INTUC കൺവീനർ ഗോപാലകൃഷ്ണപിള്ള, വൈസ് കൺവീനർ രവീന്ദ്രൻപിള്ള, ചന്ദ്രബാബു എന്നിവർ പങ്കെടുത്തു. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഏറ്റവും വേഗതയേറിയ സമയത്ത് പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള 32 ഐറ്റംസിൻ്റെ പേരുകൾ വളരെ പെട്ടെന്ന് പറഞ്ഞ ഈ കൊച്ചുമിടുക്കൻ അയാൻഷ് ആദർശിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. 2 വയസ്സേ ഉള്ളൂ എങ്കിലും എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു വയസ്സ് സംബന്ധിച്ചിട്ട്. പക്ഷേ ഈ 2 വയസ്സിനിടയിൽ ഇത്രയും ഓർമ്മശക്തി നിൽക്കുന്ന ഒരു
ഒരു അംഗീകാരമാണ് ഇപ്പം ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് എമ്പാടുമുള്ള ഇത്തരത്തിലുള്ള വളരെ പ്രത്യേകതകളുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു സമിതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അംഗീകാരമാണ് നമ്മുടെ നാട്ടിന്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓക്സിജന്റെ പത്തനാപുരം ഷോറൂമിൽ മോഷണ ശ്രമം. മണിക്കൂറുകൾക്കുള്ളിൽ മോഷ്ടാവിനെ പിടികൂടി. ഷട്ടർ പൊളിച്ച് മോഷണ ശ്രമം നടത്തിയ അന്തർജില്ലാ മോഷ്ടാവിനെ പത്തനാപുരം പോലീസ് പിടികൂടി. ഓക്സിജന്റെ പത്തനാപുരം ഷോറൂമിലാണ് ഷട്ടർ പൊളിച്ച് മോഷണ ശ്രമം നടന്നത്. ശനിയാഴ്ച പുലർച്ചെ 2-നും 4-നും ഇടയിലുള്ള സമയത്താണ് സ്ഥാപനത്തിന്റെ പിന്നിലെ ഷട്ടർ പൊളിച്ച് മോഷണ ശ്രമം നടത്തിയത്. ഷട്ടർ പൊളിച്ചെങ്കിലും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതിനാൽ മോഷ്ടാവിന് അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. പത്തനാപുരം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ ലഭ്യമായെങ്കിലും ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ ആളെ വ്യക്തമായിരുന്നില്ല. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ഫലമായാണ് പത്തനാപുരം നടുക്കുന്ന ഭാഗത്ത് പ്രവർത്തിക്കുന്ന A1 വാട്ടർ സർവീസ് സ്ഥാപനത്തിലെ ജോലിക്കാരനായ ആലപ്പുഴ തകഴി വിരിപ്പാല അരുൺ നിവാസിൽ 27-കാരനായ അരുണാണ് മോഷ്ടാവെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് സർവീസ് സ്റ്റേഷനിൽ നിന്നും ഇയാളെ പിടികൂടുകയായിരുന്നു. പതിവ് പോലെ ജോലിക്കെത്തുകയും ആർക്കും സംശയം തോന്നാത്ത വിധം ഇടപഴകുകയും ചെയ്തിരുന്നു ഇയാൾ. SHO ബിജുവിന്റെ നേതൃത്വത്തിൽ SI ശരലാൽ, ഗ്രേഡ് SI ദിലീപ് ഖാൻ, CPOമാരായ ബോബിൻ, രാജീവ്, ഹരിപ്രസാദ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്. മറ്റു ജില്ലകളിൽ നിന്നും വന്ന് ജോലി ചെയ്യുന്നവർ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ പ്രദേശവാസികളല്ലാത്തവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി നൽകുമ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുമെന്ന് പത്തനാപുരം SI ശരലാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ശിവൻകോവിൽ NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടത്തി. എൻഡോമെന്റ് വിതരണം, ചികിത്സാ സഹായം, പഠനോപകരണ വിതരണം എന്നിവയും സംഘടിപ്പിച്ചു. പുനലൂർ ശിവൻകോവിൽ ശ്രീ മഹാദേവ NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗമാണ് നടത്തിയത്. പത്തനാപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടറി G അനിൽകുമാർ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ സമ്പത്തിലുള്ള ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തണം. ഇന്നിപ്പം ഇവിടെ നിങ്ങളെ +1-ന്റെ SSLCയുടെ റിസൾട്ട് വെച്ചിരുന്ന ചേച്ചിമാരെയും ഏട്ടന്മാരെയും ആദരിക്കുകയാണ് ബഹുമാനപ്പെട്ട കരയോഗത്തിന്റെ ഭാരമായി. നമ്മുടെ 6-ലും 5-ലും 3-ാം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിക്കുന്ന കുട്ടികള് വളരെ മിടുക്കരായ മക്കള് ഇന്ന് ഇവിടുന്ന് പേനയും പെൻസിലൊക്കെ മേടിച്ചു പോയി ആ പുസ്തകമൊക്കെ അവിടെ വീട്ടിൽ വെച്ച് എഴുതുകയും വായിക്കുകയും ചെയ്ത് 10ാം ക്ലാസ്സിലും +2 ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഉല്ലാസാർക്ക് എത്തണം. അതിന് കഠിനമായ സൗകര്യങ്ങളാക്കണം. അതോടൊപ്പം ഇന്ന് +2-നും SSLCക്കും ഫുൾ A+ പഠിച്ചിരിക്കുന്നതും ഫോറിലൂടെ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടികളെയാണ് ആദരിക്കുന്നത്. നിങ്ങള് വരുന്ന ദിവസങ്ങളിൽ മിടുക്കരായി പഠിച്ച് റാങ്കുകൾ വാങ്ങി ഏത് റിസൾട്ട് വരുമ്പോഴും അതിന്റെ മുന്നിൽ നിന്ന് റാങ്ക് വാങ്ങുകയും PSCയുടെ മുന്നിലേക്ക് റാങ്കിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ട് ആ PSC ലിസ്റ്റ് വരുമ്പോൾ ഇതുപോലൊരു വലിയ സദസ്സിൽ നിങ്ങളെ ആദരിക്കാൻ നിങ്ങൾക്ക് അംഗീകാരം തരുവാൻ വേണ്ടി കരയോഗത്തിന് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം. കരയോഗം പ്രസിഡന്റ് S ഗോപിനാഥൻ പിള്ള അധ്യക്ഷത വഹിച്ചു. അത്രമാത്രം പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മയക്കുമരുന്നിനെ സംബന്ധിച്ചാണ് പറയുന്നത്. നിരവധി സംഭവങ്ങളാണ് നമ്മുടെ കുട്ടികളെ നേരിടുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ച ഒരു കണക്ക് ഈ മാഫിയകൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത് ഹൈസ്കൂൾ മുതൽ +2 വരെയുള്ള കുട്ടികളെ ലക്ഷ്യമാക്കാം. വിദ്യാഭ്യാസ എൻഡോമെന്റുകൾ, ചികിത്സാ സഹായം എന്നിവ വിതരണം ചെയ്തു. ഇതോടൊപ്പം SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. KS പ്രദീപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുളസീധരൻ പിള്ള, കറവൂർ സുരേഷ്, ശ്രീകുമാർ, പ്രദീപ് കുമാർ, B ശ്രീകുമാർ, R സന്തോഷ് കുമാർ, രാമചന്ദ്രൻ നായർ, ഷാജി B ഉണ്ണിത്താൻ, മുരളീധരൻ പിള്ള, ജയകുമാർ, P അനിൽചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മദർ തെരേസ പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ചെയ്തു. CPM പിറവന്തൂർ എലിക്കാട്ടൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ചെയ്തത്. അനുമോദനം, ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു. CPM എലിക്കാട്ടൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് എലിക്കാട്ടൂർ വാർഡിൽ മദർ തെരേസ പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ചെയ്തത്. ഇതോടനുബന്ധിച്ച് പ്രതിഭകൾക്ക് അനുമോദനവും നൽകി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് അനുമോദിച്ചത്. മികച്ച കർഷകർ, സർക്കാർ ജോലിയിൽ നിന്നും വിരമിച്ചവർ, വാർഡിലെ ഹരിതസേന ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവർക്കാണ് ആദരവ് നൽകിയത്. കേരള ഷോപ്പേഴ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ് ചെയർമാൻ K രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇവരെ ചികിത്സിക്കാനും അവരെ സഹായിക്കാനും ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം നമ്മളെ അന്വേഷിച്ച് നിൽക്കുന്ന നിലയിലേക്ക് നമ്മളോടുള്ള ബന്ധം സ്ഥാപിക്കുന്നത്.
ഒരു തരത്തിലും തിരിഞ്ഞു നോക്കാതെ കിടക്കുന്ന ആളുകളെ നമുക്ക് അവിടെ ചെന്ന് സഹായിക്കുന്നത് പറഞ്ഞാൽ വലിയ കാര്യം. അപ്പൊ അവര് നമ്മളെ നോക്കിയിരിക്കും. പലരും ആളുകൾ വന്നില്ലല്ലോ, എന്നെ വിളിപ്പിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ ആശുപത്രി കൊണ്ടുപോയില്ലല്ലോ. അങ്ങനെ ഒരു ബന്ധം നമ്മൾ ഒരുപാടുണ്ടാവും. ആ ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും. ഇത് നമുക്കത് അറിയാതെ സഹായങ്ങൾ നാട്ടിലെ ജനങ്ങൾ തരും. മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണ്. സന്തോഷ് വിജയൻ അധ്യക്ഷത വഹിച്ചു. അനിൽ സോമരാജൻ സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടകനായി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിൽ ആദരവായി സ്വാഗതം ചെയ്തു. അടുത്തത് സഖാവി അദ്ദേഹകുമാർ CPM ജില്ലാ കമ്മിറ്റിയുടെ ആശംസാ പ്രസംഗത്തിനായി എത്തിയിരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ ആദരവായി സ്വാഗതം ചെയ്തു. അടുത്തത് സഖാവിയെ നിർമ്മിച്ച CPM ജില്ലാ കമ്മിറ്റിയുടെ അദ്ദേഹത്തെയും ഞാൻ ആദരവായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നദീർ മുഹമ്മദ് CPM ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ പരിപാടിയിൽ ആദരവായി സ്വാഗതം ചെയ്യുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ B. അജയ്കുമാർ, N. ജഗദീശൻ, ബിജു K. മാത്യു, ഏരിയ സെക്രട്ടറി നജീബ് മുഹമ്മദ് H, ഏരിയ കമ്മിറ്റി അംഗം K. ബാബു, ജില്ലാ കമ്മിറ്റി അംഗം കർബൂർ വർഗീസ്, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. സോമരാജൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി G. രതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തുപിള്ള, മഹിളാ സംഘം വില്ലേജ് സെക്രട്ടറി വിജയമ്മ, രാജൻ, അജീഷ്, മഞ്ജു പ്രിൻസ്, R. മധുമോഹനൻ നായർ, ജയപ്രകാശ് പവിഴം എന്നിവർ പങ്കെടുത്തു. ജീവിതം മുന്നോട്ട് നീക്കുന്നവർക്ക് ഒരു തണലാണ്. അവരെ സഹായിക്കുവാൻ നമ്മളിപ്പോൾ ഒരു സംവിധാനം അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുക. അതൊക്കെ ഇനി ഇതിന്റെ ആരംഭം നമ്മൾ ചെറിയ ധനസഹായങ്ങളാണ് കൊടുക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വരും ദിനങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ട മെഡിക്കൽ സഹായങ്ങൾ എത്തിക്കുക, മെഡിക്കൽ എക്യുപ്മെന്റ്സ് എത്തിക്കുക, ആംബുലൻസ് സർവീസുകൾ ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളുടെ ഭാഗങ്ങളിൽ പോയി അവരുടെ മെഡിക്കൽ ചെക്കപ്പ് നടത്താനുള്ള സംവിധാനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിജയാഹ്ലാദ പ്രകടനവും യോഗവും നടത്തി. ഇടമൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രകടനവും യോഗവും നടത്തിയത്. ഇടമൺ സത്രം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഗുരുമന്ദിരത്തിന് മുന്നിൽ സമാപിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് ഇടമൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തിയത്. ഇടമൺ സത്രം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഗുരുമന്ദിരത്തിന് മുന്നിൽ സമാപിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചിറ്റാലങ്കോട് മോഹനൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഇടമൺ ഇസ്മയിൽ, ബ്ലോക്ക് ഭാരവാഹികളായ TJ സലീം, B. അശോക് കുമാർ, N. സിദ്ധാർത്ഥൻ, നുസൈബ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ഡലം ഭാരവാഹികളായ E. നാസർ, ബിജു തവരാണ, ഷിഹാബ് 34, ഷിനു ഉദയഗിരി, E. അലി, PM ജോൺ, ഷൈനി, ഷെരീഫ്, ടിബിൻ, അരുൺ ചെറുക്കടവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ മുസ്ലിം അസോസിയേഷൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും നടത്തി. പുനലൂർ മുസ്ലിം അസോസിയേഷനാണ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തത്. പുനലൂർ വിസ്മ മാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി. SSLC, +2 പരീക്ഷകളിലും പുനലൂർ നഗരസഭാ പ്രദേശത്തെ ജമാഅത്തുകളിലെ വിദ്യാർത്ഥികളെയും ബിരുദാനന്തര റാങ്ക് ജേതാക്കളെയും ആത്മീയ പഠനരംഗത്തെ യുവ പണ്ഡിതരെയുമാണ് അനുമോദിച്ചത്. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി കടക്കൽ ജുനൈദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാം നേടിയ വിദ്യ കൊണ്ട്, നാം നേടിയ പുരോഗതികൾ കൊണ്ട്, ശാസ്ത്ര പുരോഗതി കൊണ്ട്, വിവര സാങ്കേതിക വിദ്യയുടെ പുരോഗതി കൊണ്ട് എന്താണ് ലോകത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്തുകൊണ്ട് നിർമ്മാണാത്മകമായ ഒരു മേഖലയിൽ നിന്നും സംഹാരാത്മകമായ ലോകത്തിന് നാശം വിതയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറുന്നു? ഭരണാധികാരികൾ ചിന്തിക്കുന്നു, എന്തേ തിരുത്താൻ സാധിക്കുന്നില്ല? H. നാസറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. H. അബ്ദുൽ റഹീം സ്വാഗതം പറഞ്ഞു. മുഹമ്മദ് ബിലാൽ അമാനുള്ള ഖിറാത്തിന് നേതൃത്വം നൽകി. ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് PS സുബാൽ MLA നിർവഹിച്ചു. ഇന്നത്തെ സമൂഹത്തിൽ ഭരണഘടനയിലൂടെ ചില മറുപടിയാണ് നമ്മൾ നൽകുന്നത്. നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യം
രാജ്യത്തെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായ സംഭവങ്ങളോട് നമുക്ക് യോജിക്കാം. നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്. വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്നവരും വ്യത്യസ്തമായ ഭക്ഷണ രീതിയുള്ളവരും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രധാരണ രീതി അവലംബിക്കുന്നവരും വിവിധ സംസ്കാരം പേറുന്നവരും ഒക്കെ ഉള്ള ഒരു സമൂഹമാണ്. ആംബുലൻസ് കോർഡിനേറ്റർ അൻസാരി ബാബു ആംബുലൻസിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. ഡോക്ടർ ആർ വി അശോകൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ഡോക്ടർ ലൈലയും ഞാൻ മാത്രമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് യഥാർത്ഥത്തിൽ ലൈല ഡോക്ടറാണ് കുറെ കൂടെ പുനലൂരിൽ കുറെ കൂടെ പ്രിയപ്പെട്ടത്. നമ്മളൊരു കല്യാണത്തിന് പോയാൽ ഈ കല്യാണത്തിൽ നമ്മൾ ഒറ്റയ്ക്കായിപ്പോ ഇവര് പെണ്ണുങ്ങളെല്ലാം ലൈല ഡോക്ടറെ കൊണ്ടുപോകും. കാരണം 28,000 ഡെലിവറികളാണ് ഡോക്ടർ ലൈല എടുത്തിട്ടുള്ളത്. ഞാൻ ഈ പുനലൂരിൽ കടന്നു വന്നതിന്റെ നമ്മൾ വേറൊരു സംസ്ഥാനത്തിലെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ അങ്ങനെ ഒരു അന്യരായിട്ട് ഒരിക്കൽ പോലും ഈ പുനലൂർക്കാർ കരുതിയിട്ടില്ല. എച്ച് സലിംരാജ്, സജീവ് BSK, എസ് ലത്തീഫ്, മെഹബൂബ് ജാൻ, സിറാജ് പുനലൂർ, എ നദീർകുട്ടി, സൈനുലാബുദ്ദീൻ, എം മുഹമ്മദ് ഇല്യാസ്, മിർസ ഇസ്മയിൽ, ആർ നസീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരുപത്തിരണ്ട് ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെ കറ്റാനത്ത് നിന്നുമാണ് ഇവ പിടികൂടിയത്. വാനിന്റെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഇരുചക്ര വാഹന വർക്ക്ഷോപ്പിലേക്ക് കാർ ഇടിച്ചു കയറി. അപകടത്തിൽ കാറും ഇരുചക്ര വാഹനങ്ങളും തകർന്നു. മൈനാഗപ്പള്ളിയിലായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ റേഷൻ കടയിലേക്ക് ഇടിച്ചു കയറി. പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചവറ കോയിവിള പുല്ലിക്കാട്ട് ജംഗ്ഷനിലായിരുന്നു അപകടം. വീടും വസ്തുവും ഈട് വെച്ചെടുത്ത വായ്പാ തുക തിരിച്ചടച്ചില്ല. വായ്പയെടുത്ത വിമുക്ത ഭടൻ കുടുംബത്തെ ഉപേക്ഷിച്ചു. പ്രതിസന്ധിയിലായി വീട്ടമ്മയും 2 മക്കളും. ജപ്തി നടപടിയുമായി ബാങ്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.